ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഭാരതാംബയുടെ ധീരരായ എല്ലാ മക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ചരിത്രത്തിന്റെ താളുകളിൽ പൊൻലിപികളാൽ എഴുതപ്പെട്ട 1947 ഓഗസ്റ്റ് 15 എന്ന ആ സുപ്രധാന ദിനത്തെ ഓർമ്മിക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ അഭിമാനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും തിരമാലകൾ ആഞ്ഞടിക്കുന്നു. നമ്മൾ ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകം ധീരദേശാഭിമാനികളുടെ ത്യാഗങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഫലമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഇരുണ്ട ഭരണത്തിൽ നിന്ന് ഭാരതത്തെ മോചിപ്പിക്കാൻ തലമുറകളോളം നീണ്ട പോരാട്ടങ്ങൾ നടന്നു. മഹാത്മാഗാന്ധിയുടെ അഹിംസാത്മകമായ സത്യാഗ്രഹം, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുടെ വിപ്ലവാത്മകമായ പോരാട്ടങ്ങൾ, രാഷ്ട്രപിതാക്കന്മാരുടെ ദീർഘവീക്ഷണം എന്നിവയെല്ലാം ഈ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനശിലകളാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ഭാരതത്തിന്റെ ഓരോ കോണിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഈ പോരാട്ടത്തിൽ പങ്കെടുത്തു. അവരുടെ ത്യാഗത്തെയും സമർപ്പണത്തെയും നന്ദിയോടെയും ആദരവോടെയും ഈ വേളയിൽ നമുക്ക് സ്മരിക്കാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ വളർച്ച നേടിയത്. ദാരിദ്ര്യം, നിരക്ഷരത, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജനങ്ങളുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കാരണം നമ്മൾ ആ വെല്ലുവിളികളെ അതിജീവിച്ചു. ശാസ്ത്രസാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണത്തിലും കാർഷിക മേഖലയിലും നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിനു തന്നെ മാതൃകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ വൈവിധ്യമാണ്. വിവിധ മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഒന്നുചേർന്നു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നതകളുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുക്കാൻ നമുക്ക് സാധിക്കണം. നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും സഹിഷ്ണുതയോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്വാതന്ത്ര്യം എന്നത് ഒരു അവകാശം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്തം കൂടിയാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾക്കൊപ്പം രാജ്യത്തോടുള്ള കടമകളും നാം നിറവേറ്റണം. വിദ്യാഭ്യാസം, ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ മേഖലകളിൽ ഓരോ പൗരനും തന്റേതായ സംഭാവനകൾ നൽകണം. രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ചെറുതായാലും വലുതായാലും അത് രാജ്യത്തെ ശക്തിപ്പെടുത്തും. പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട്. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം സൈബർ സുരക്ഷ, ആഗോളതാപനം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നു. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ യുവതലമുറ മുന്നോട്ടു വരണം. അറിവും കഴിവും രാജ്യത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഓരോ യുവാവിനും സാധിക്കണം. നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് എല്ലാവർക്കും തുല്യതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാം. നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ ഈ സ്വാതന്ത്ര്യം എന്ന മഹത്തായ സ്വത്ത് സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഭാരതത്തിന്റെ ഭാവി ശോഭനമാണ്. അതിനായി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാം. നമ്മുടെ മഹത്തായ മാതൃഭൂമിക്ക് എന്റെ വിനീതമായ പ്രണാമം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.